അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ഉള്ളത്. നബിമാരുടെ, അവരുടെ കുടുംബങ്ങളുടെ ചരിത്രം പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ ആണ് ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് വരുന്നത്. അത് ആധികാരികമായി പഠിക്കാൻ സാധിക്കുക എന്നത് കെട്ടുകഥകളും കേട്ടുകേൾവികളും ഒന്നും ഇല്ലാതെ പഠിക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. ആലു ഇമ്രാൻ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗ്യം ലഭിച്ച ഒരു മഹത്തായ സംവിധാനമാണ് ഈ നബിമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ചരിത്രം എന്നത്. അത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അവർക്ക് വലിയ രീതിയിൽ ലഭിക്കുന്നു. ആ നബിമാരുടെ കുടുംബമായതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹു അനുഗ്രഹം അരുളുന്നു. അവരിലൂടെ വിവിധ കറാമത്തുകൾ വെളിവാകുന്നു. അവരെ ലോകം ആദരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആലു ഇമ്രാൻ സൂറത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ആരൊക്കെയാണത്? ഒന്ന് ഇമ്രാനാണ്. ആലു ഇമ്രാനിലെ പ്രധാന ആളുകൾ ഒന്ന് ഇമ്രാനാണ്, രണ്ടാമത് ഇമ്രാന്റെ ഭാര്യയാണ്, മൂന്നാമത് സക്കരിയ അലൈഹിസ്സലാം, നാലാമത് മറിയം റളിയല്ലാഹു അൻഹ, അഞ്ചാമത് ഈസാ നബി അലൈഹിസ്സലാം, ആറാമത് സക്കരിയ അലൈഹിസ്സലാം. അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ. അതെല്ലാം നമുക്ക് വായിക്കാനും പഠിക്കാനുമുള്ള തുറന്നൊരവസരമാണ് കിട്ടിയിരിക്കുന്നത്. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണേ. നമ്മൾ സൂറത്തിൻ്റെ വിശദീകരണത്തിലേക്കും വിവരണത്തിലേക്കും കടക്കുകയാണ്. ഇമ്രാൻ കുടുംബം. ആ ഇമ്രാൻ കുടുംബത്തിലെ കഥയാണ് തുടങ്ങുന്നത്. അതിൻ്റെ ബാക്കി വിവരങ്ങളൊക്കെ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം നമ്മൾ സൂറത്തുൽ ബഖറയിലും പഠിച്ചു. ഇനി ചില സൂറത്തുകളിലെല്ലാം ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വരുന്നുണ്ട്. അൽ ഹുറൂഫ് അൽ മുഖത്തഅ എന്നാണ് അവയുടെ പേര്.
അതിൻ്റെ സവിശേഷതകൾ മറ്റൊക്കെ നമ്മൾ ബക്കറയുടെ വ്യാഖ്യാനത്തിൽ കേട്ടിട്ടുണ്ടാകും. ഇനിയും അത് പല സന്ദർഭങ്ങളിലായി വരാനുണ്ട്. അലിഫ്ലാം മീം, അലിഫ്ലാം റ, അലിഫ്ലാം മീം റ, യാസീൻ, ത്വാഹ, കഫ്, ഹയ, ഐൻ, സ്വാദ് തുടങ്ങിയ ഒരുപാട് അക്ഷരങ്ങൾ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഒരു അതിശയമാണ്, അമാനുഷികമായ അടയാളമാണ് ഈ അക്ഷരങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അലിഫ്ലാം മീം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനുമാണ്. അതാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ആയത്തുൽ കുർസിയിലാണ് വന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസിയുടെ തുടക്കമാണ്. ആ സൂറത്ത് ബഖറയുടെ വ്യാഖ്യാനത്തിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടി നമുക്ക് പറയാം. അല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവർത്തിച്ച ഒരുപാട് രംഗങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ലാ ഇലാഹ ഇല്ലാ എന്ന് തുടങ്ങിയിട്ട് ഇല്ലാഹുവ, ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാഹുവ തുടങ്ങിയ ഒരുപാട് സന്ദർഭങ്ങൾ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, ഈ കാലഘട്ടത്തിൽ നമുക്ക് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അതെന്താണ്? ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ പല ത്വരീഖത്തുകളെ കുറിച്ചുമുള്ള സംസാരങ്ങൾ നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ശിർക്കും ബിദ്അത്തുമുള്ള സമൂഹം ഈ വിഷയം വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അള്ളാഹു പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് അള്ളാഹു പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് അള്ളാഹു പറയുമ്പോൾ, ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ പറയും ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹില്ല. ലാ അന ഇല്ലാ അൻത, നീയല്ലാതെ ഞാനില്ല. ലാ അൻത ഇല്ലാ അന, ഞാനല്ലാതെ നീയില്ല എന്ന്. അങ്ങനെ ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ കൽബ ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ ഷജറ ഇല്ലല്ലാ എന്നൊക്കെ പറയും. മലയാളത്തിൽ എഴുതപ്പെട്ട സമസ്തയുടെ പുസ്തകങ്ങളിലാണ് ഇങ്ങനെയുള്ള സംഗതികൾ വന്നത്. അതുകൊണ്ട് തുറന്നു പറയൽ നമുക്ക് നിർബന്ധമായത് കൊണ്ട് മാത്രം പറയുകയാണ്. കുഫറിന്റെ, നിരീശ്വരത്വത്തിന്റെ, നിർമ്മതത്വത്തിന്റെ വഴിയിലേക്കാണ് ത്വരീഖത്തുകൾ പോകുന്നത്. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന അടിസ്ഥാന ആശയം ഖുർആനിൽ 36 സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലാഹുവ, ലാ ഇലാഹ ഇല്ലാ, ലാ ഇലാഹ ഇല്ലാഹുവ തുടങ്ങി വന്നിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ആണ് ഈ വാക്ക് തന്നെ. രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് വ്യത്യസ്തമാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ, ആരാധനകൾ, ഇസ്തിഗാസകൾ തുടങ്ങിയവ. അതിന് എതിരാണ് ഉറുക്ക്, ഏലസ്, ഐക്കല്ല് എല്ലാം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം അത് ജനങ്ങളോട് പറഞ്ഞ് തിരുത്തിക്കുകയും ചെയ്യണം. അള്ളാഹുവെ അനുഗ്രഹിക്കണേ. ഏറ്റവും ബഹുമാന്യമായ വാക്കാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലയുടെ നിബന്ധനകൾ. ലാ ഇലാഹ ഇല്ലല്ലയുടെ നിബന്ധനകൾ എല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിലായി വായിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ ഇനിയും നമുക്ക് തീർച്ചയായും അത് വായിക്കാനും പഠിക്കാനും അവസരങ്ങളുണ്ട്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ നമുക്ക് എവിടെയാണ് കൂടുതൽ ദിക്റായിട്ട് വന്നത് എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മാർക്കറ്റിൽ പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം ഇതുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമായിട്ട്
പൊതുവെ ദിക്ർ കാണുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലയുടെ കൂടെ എന്തെങ്കിലും ഒന്നുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത് തിർമിദി 3383, തിർമിദി 3383 പറഞ്ഞത് റസൂലുള്ളാഹി അരുളുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്മരണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. വഅഫ്ളലു ദുആ അൽഹംദുലില്ലാഹ്, ദുആകളിൽ വെച്ച് ഏറ്റവും മഹത്തായത് അൽഹംദുലില്ലാഹ് എന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ ആവേശം നൽകുന്നതാണ്. കാരണം നമ്മുടെ തത്വമാണ്, നമ്മുടെ ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടൊപ്പം അത് ദിക്റാണ്, അത് ദിക്റുമാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. അത് ഇല്ലാത്ത ഒരു സംവിധാനമില്ല. ശരി, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച വിവിധ വശങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. രണ്ടാമത്തെ ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ്, ഇലാഹ് അവന്റെ വിശേഷണമാണ്. അൽ ഹയ്യ്, എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ വിശേഷണം. മനുഷ്യൻ ജീവനുള്ളവനാണ്, ബാക്കിയുള്ള ആൾക്കാരും ജീവനുള്ളവരാണ്. അതിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിൻ്റെത് സ്വയം ജീവനാണ്, മറ്റുള്ളവർക്കെല്ലാം ജീവൻ അള്ളാഹു കൊടുത്തതാണ്. ഹയ്യ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെ ആലോ ഇമ്രാനിലെ 1-ാമത്തെ ആയത്ത്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവൻ, അവന്റെ ജീവിതം, അവന്റെ റൂഹ് എന്നത് നമുക്ക് എവിടെയും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിഷയമാണ്. മനുഷ്യന്മാരുടെ ജീവനും അള്ളാഹു ഹയ്യ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അള്ളാഹു കൊടുത്ത ജീവനാണ്. മറ്റത് അള്ളാഹുവിന്റെ വശം എന്നുമുള്ള, ഒരിക്കലും ഒഴിവാവുകയില്ലാത്ത ജീവനാണ്. അതുകൊണ്ട് അൽ ഹയ്യു എന്ന വാക്ക് തന്നെ സൃഷ്ടികൾക്ക് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് എന്ന് പല സ്ഥലങ്ങളിലായി വന്നിട്ടുണ്ട്. ആ കാര്യമെല്ലാം നമ്മൾ അതാത് സന്ദർഭങ്ങളിൽ പഠിക്കും. അള്ളാഹുവിന്റെ മഹത്തായ ജീവൻ, അവന്റെ ഹയാത്ത് എന്നത് മനുഷ്യന്മാർക്ക് ആർക്കും പിടികിട്ടുകയില്ലാത്ത അങ്ങേയറ്റത്തതാണ്. അതിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു എത്രമാത്രം ഉന്നതനാണ്. അവൻ ഒരിക്കലും നശിക്കാത്ത ജീവനാണ്. ഫുർഖാൻ 58-ാമത്തെ ആയത്തിൽ വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, വതവക്കൽ, നീ തവക്കുൽ ചെയ്യണം, അലൽ ഹയ്യ്, എന്നും ജീവിച്ചിരിക്കുന്നവനെ, അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കുകയില്ലാത്ത. ഹയ്യ് എന്നതിൻ്റെ കൂടെ ലാ യമൂത്ത്, മരിക്കുകയില്ല എന്ന വിശേഷണം പല സ്ഥലങ്ങളിൽ നിങ്ങളെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്കെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും എന്നും ജീവിച്ചിരിക്കുന്ന, നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് ഒരു സമാധാനമാണ്, തണുപ്പാണ്, അല്ലേ? അൽഹംദുലില്ലാഹ്. സൂറത്ത് ഗാഫിർ 65-ാമത്തെ ആയത്ത്, എല്ലാം എഴുതിയിരിക്കുക സൗകര്യം പോലെ. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫദ്ഉഹു, അതുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് അള്ളാഹു ഗാഫിർ 65-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു ഹയ്യാണ് എന്ന ആശയം. പിന്നെന്താണ്? ഖയ്യൂം. ഖാമ, നിന്നു. ഖയ്യിം, നിയന്ത്രിക്കുന്നവൻ. ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഖയ്യൂം, സർവനിയന്താവ്, സ്വയം നിലക്കൊള്ളുന്നവൻ തുടങ്ങി പല അർത്ഥങ്ങളും അതിന് പറയാം. ഖാമ എന്നതിൽ നിന്നാണ് ഖയ്യിം ഉണ്ടാകുന്നത്. അപ്പോ നമ്മളെ അറബിയിൽ
കമ്പനികളിൽ ഖയ്യൂം എന്ന് കാണാം, സംഘടനകളിൽ ഖയ്യൂം എന്ന് കാണാം, ഖയ്യിം എന്ന് കാണാം, ഖയ്യിം. ആ ഇത് ഈ മുമ്പ് നമ്മൾ ബക്കറയിൽ പഠിച്ചു, ഇപ്പൊ ഇതിലും പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത് കാണുന്നത് വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം. എല്ലാ മുഖങ്ങളും അന്ന് ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്നാണ് സൂറത്തു ത്വാഹയിലെ 111 ആയത്. അപ്പോ ഖയ്യൂം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ, സർവനിയന്താവ്. കാമ നിന്നു, അതാണ് ഖയ്യൂം എന്ന് വരുന്നത്, ഖയ്യൂം. അപ്പൊ അള്ളാഹു ഈ തൗഹീദിന്റെ ആശയം പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. മൂന്നാമത്തെ ആയത്ത് നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. നസ്സല ഇറക്കി, അവതരിപ്പിച്ചു. നസല ഇറങ്ങി, അവതരിച്ചു. നസല തൻസീൽ, അവതാരണം. നമ്മൾ പല സന്ദർഭങ്ങളിലായി പഠിച്ചതാണ്, ഇനിയും പഠിക്കാനുള്ളതാണ്. നസല, നസ്സല എന്ന വാക്കുകൾ 243 സ്ഥലത്താണ് ഖുർആനിൽ വന്നത്. അതിലാണ് നസല ഒന്ന്, അൻസല ഇറക്കി, നസ്സല ഇറക്കി. അതിന്റെ മുളാരി യുനസ്സിലു, അൻസലയുടെ മുളാരി യുൻസിലു. പിന്നെ നുസില ഇറക്കപ്പെട്ടു, നുസില ഇറക്കപ്പെട്ടു. നസ്സല എന്നത് ആദ്യത്തെ ളുമ്മും രണ്ടാമത്തേത് കസ്റുമായാൽ നുസില എന്നായി, ഇറക്കപ്പെട്ടു. ഈ വാക്കുകളെല്ലാം നമ്മൾ ഒരു വാക്ക് പഠിക്കുന്നതിന്റെ കൂടെ പഠിക്കാം. അള്ളാഹു കിതാബ് ഇറക്കി എന്നാണ് പറയുന്നത്. ഇറക്കി എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്നാണ് വന്നത് എന്നത് വ്യക്തമാണ്. നസ്സല അലൈക്കൽ കിതാബ, കിതാബ് നമ്മള് ആദ്യം തന്നെ ബക്കറയിൽ പഠിച്ചതാണ്. ദലിക്കൽ കിതാബ് അല്ലേ? എങ്ങനെ? ബിൽ ഹഖി, സത്യവുമായി. പരമമായ സത്യമാണ് ഖുർആൻ. അതിൽ യാതൊരു വിധത്തിലുള്ള അബദ്ധമോ അസത്യമോ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയിരിക്കുന്നു. എങ്ങനെ? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. സദഖ, സത്യം പറഞ്ഞു. സദഖ, സത്യം പറഞ്ഞു. സദ്ദഖ, സത്യപ്പെടുത്തി. സദഖ, സത്യം പറഞ്ഞു. സദ്ദഖ, സത്യപ്പെടുത്തി, സത്യമാണെന്ന് പ്രഖ്യാപിച്ചു. സാദിഖ്, സത്യവാൻ. മുസദ്ദിഖ്, സത്യപ്പെടുത്തുന്നവൻ. ഖുർആൻ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. എന്തിനെയാണ് സത്യപ്പെടുത്തുന്നത്? ലിമാ ബൈന യദൈഹി, ലിമാ ബൈന യദൈഹി, തനിക്ക് മുമ്പിലുള്ളതിനെ. മുസദ്ദിഖ് എന്ന വാക്ക്, മുസദ്ദിഖ് എന്ന വാക്ക് ഖുർആനിൽ 19 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അതില് മുസദ്ദിഖൻ ലിമാ മഅക്കും എന്നാണ് ബക്കറ 41 നമ്മൾ പഠിച്ചത്. 89 പഠിച്ചത് മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ, തൗറാത്ത് ഇഞ്ചീലിനെ. മുസദ്ദിഖൻ ലിമാ മഅഹും ബക്കറയിൽ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വ അൻസല തൗറാത്ത വൽ ഇഞ്ചീലാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അപ്പോ മുസദ്ദിഖൻ, മുസദ്ദിഖ് എന്ന വാക്ക് 19 സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞു. ലിമാ ബൈന യദൈഹി, അൽ ഇമ്രാൻ 50-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ലിമാ ബൈന യദൈഹി, ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. മുമ്പുള്ളത്, തൻ്റെ മുമ്പ് ഉള്ളത് ഏതാണ്? ഖുർആന്റെ മുമ്പുള്ള ഏതാണ്? തൗറാത്തും ഇഞ്ചീലുമാണ്. അതിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം അള്ളാഹു താങ്കൾക്ക് ഇറക്കി തന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മളെ തൗറാത്ത് ഇഞ്ചീല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് തന്നെ തിരുത്തപ്പെട്ടതും ദുർവ്യാഖ്യാനിക്കപ്പെട്ടതും ആണ്. അള്ളാഹു അരുളുന്നുണ്ട്, യുഹർരിഫൂനൽ കലിമ അൻ മവാളിഇഹി, അവര് വാക്കുകളെ
അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. അല്ലാഹു അക്ബർ. ബക്കറ 75-ാമത്തെ ആയത്തിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നിസാ 46-ാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട്. മാഇദ 13-ലും 41-ലും ഈ 4 രംഗങ്ങളിൽ അത് വരുന്നുണ്ട്. അവർ ജൂതക്രിസ്ത്യാനികൾ തൗറാത്തും ഇഞ്ചീലും മാറ്റിയിട്ടുണ്ട്. അതിന് തെളിവ് വ്യക്തമാണ്. അള്ളാഹു ഇറക്കിയത് നബിമാർക്കാണ്. അതില് ശിർക്ക് വിദ്അത്ത് ഉണ്ടാവൂല. ഇന്ന് നിലവിലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും അഥവാ ബൈബിളിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ അതിൽ ശരിയായ തൗഹീദിന്റെ വശങ്ങളുമുണ്ട്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല, ഒരു പാറയും ഇല്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ മേലെ ആകാശത്തിൽ, ഭൂമിയിൽ, പാതാളത്തിൽ ഒന്നിനെയും ആരാധിക്കരുത്, ഒന്നിൻ്റെയും ബിംബമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും നീ ആരാധിക്ക എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ കുറെ തൗഹീദിന്റെ വചനങ്ങൾ ഇന്നും അതിൽ നിലനിൽക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും മുസദ്ദിഖൽ ലിമാ ബൈന യദൈഹി ആണ്, മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആൻ ഇറക്കിയത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബൈബിളിലുള്ളതെല്ലാം സത്യമാണ് എന്ന് വരികയില്ല. കാരണം അത് തിരുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ അതിലുണ്ടായിരുന്ന ശരിയായ ആശയങ്ങൾ, അതിനെ ഒന്നും തള്ളിക്കൊണ്ടല്ല, നീക്കുവാനല്ല നിവർത്തിപ്പിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് ഈസാ നബി പറഞ്ഞതായി പറയുന്നുണ്ട്. അപ്പോൾ നീക്കുവാനല്ല നിവർത്തിപ്പിക്കുവാനാണ്, അത് തുടർന്നു കൊണ്ടുപോകുവാനാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഖുർആൻ ഫുർഖാനാണ്. തൗറാത്തും ഇഞ്ചീലും എന്നത് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇറങ്ങിയ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും കാര്യമാണ്. മൂസാ നബിക്കും ഈസാ നബിക്കും ഇറക്കപ്പെട്ട തൗറാത്തും ഇഞ്ചീലുമാണ്, അല്ലാതെ ഇന്ന് നിലവിൽ ജനങ്ങളുടെ കയ്യിലുള്ള തൗറാത്തും ഇഞ്ചീലും അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോ അവർ അത് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ 4 രംഗങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോ തിരുത്തപ്പെട്ടത് തെറ്റായി കടത്തിക്കൂട്ടിയതിനെ സത്യപ്പെടുത്താൻ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് പറയുന്നു വഅൻസല തൗറാത്ത വൽ ഇഞ്ചീൽ, ആ തൗറാത്തും ഇഞ്ചീലും ഇറക്കിയതും അള്ളാഹു തന്നെയാണ്. മിൻ ഖബ്ലു, മുമ്പ്, ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗമായി, വഅൻസലൽ ഫുർഖാൻ, അവൻ തന്നെയാണ് ഫുർഖാൻ ഇറക്കിയതും. അപ്പോ ഈ ഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തന്നെ ഗ്രന്ഥങ്ങളാണ്, അവൻ അവതരിപ്പിച്ചത് തന്നെയാണ്. ഇഞ്ചീല് തൗറാത്ത്, ഇഞ്ചീല് എന്ന വാക്ക് ഖുർആനിൽ 12 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ആദ്യമായി വരുന്നത് ഇവിടെയാണ്, പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലും. ഇഞ്ചീൽ, തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമിനാണ്, ഇഞ്ചീല് ഈസാ നബി അലൈഹി സ്വലാമിനാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൗറാത്ത് എന്നത് 16 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇത് തന്നെയാണ്. പിന്നീട് താഴെ സൂറത്തുകളിലായി വന്നിട്ടുണ്ട്. ആല ഇമ്രാനിൽ തന്നെ ഇനി കുറെ എണ്ണം വരുന്നുണ്ട്. അപ്പോ തൗറാത്ത് കൂടുതലായി പറഞ്ഞിരിക്കുന്നു, ഇഞ്ചീൽ കുറച്ചാണ് പറഞ്ഞത്. എന്താ കാര്യം? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഏറ്റവും കൂടുതൽ വന്നത്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് ഏറ്റവും കൂടുതൽ വന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നത്, മൂസ. 136 സ്ഥലത്ത് മൂസ അലൈഹി സ്വലാമിന്റെ പേര് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുമായി സാദൃശ്യമുള്ള വിഭാഗം
മൂസാ നബിന്റെ ജനതയാണ്, ഇസ്രായേൽ മക്കളാണ്, ബനു ഇസ്രായേലാണ്. അവരുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ എല്ലാം ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ വഅൻസല തൗറാത്ത വൽ ഇൻജീൽ വഅൻസലൽ ഫുർഖാൻ എല്ലാം കൃത്യമായി അള്ളാഹു അവതരിപ്പിക്കുക. എപ്പോഴാണ് ഇറക്കിയത്? മിൻ കബുല്, മുമ്പ്. അപ്പൊ മൂസാ നബിക്ക്, രണ്ടാമത് ഈസാ നബിക്ക്. വഅൻസലൽ ഫുർഖാൻ, ഇങ്ങനെ അവസാനമായി ഫുർഖാൻ. ഫുർഖാൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. ഫറഖ, വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ, നാം നിങ്ങളെ കടല് കൊണ്ട് പിളർത്തിയപ്പോൾ എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ കടൽ പിളർത്തി ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടതും ഫിർഔൻ മുങ്ങി മരിച്ചതുമായ കഥ പറയുന്നുണ്ടല്ലോ. അവിടെ ഫറഖ എന്ന വാക്കാണ്. ഫറഖ എന്ന് പറഞ്ഞാൽ പിളർത്തി, പിരിച്ചു എന്നതാണ് ഫറഖ. അതിൽ നിന്നാണ് ഫറഖ എന്ന് വന്നത്. അപ്പോ ഇന്നല്ലതിനെ ഫറഖു ദീനഹും, ദീനിനെ പിളർത്തിയവർ. ഇവിടെ ഫറഖ, ഫുർഖാൻ. ഫുർഖാൻ എന്ന വാക്ക് അതിന്റെ അർത്ഥം, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനം, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന തെളിവ്. ഫുർഖാൻ, ഫുർഖാൻ എന്നത് വെറും തെളിവ് എന്ന അർത്ഥത്തിലും വരുന്നുണ്ട്. യജ്അല്ലക്കും ഫുർഖാനൻ, യജ്അല്ലക്കും ഫുർഖാനൻ, അൻഫാൽ 29-ാമത്തെ ആയത്ത്. യൗമൽ ഫുർഖാൻ, ബദറിനെ കുറിച്ച് യൗമൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം. യൗമൽ ഫുർഖാൻ, അൻഫാൽ 49. അപ്പോ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വലഖദാത്തൈന മൂസ വഹാറൂൻ അൽ ഫുർഖാന, മൂസാ നബിക്കും ഹാറൂനും നാം ഫുർഖാൻ നൽകി, എന്നുവെച്ചാൽ തെളിവ് നൽകി, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന തെളിവ് നൽകി. ഫുർഖാൻ എന്നുള്ള ഖുർആന്റെ മാത്രം പ്രയോഗമല്ല, അഥവാ ഖുർആന് മാത്രം പറയുന്ന പേരല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളെ ബഖറയില് നമ്മള് നോമ്പിന്റെ കാര്യം പറഞ്ഞിടത്ത് വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായും, ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ, സന്മാർഗമായും സന്മാർഗത്തിന്റെ വിവരണമായും എന്ന് പറഞ്ഞു. ഫുർഖാൻ, ഫറഖ എന്നതിൽ നിന്നാണ് ഫുർഖാൻ എന്ന് വന്നത്. ഫറഖ വേർതിരിച്ചു, ഫുർഖാൻ വേർതിരിക്കുന്നത്. ഫുർഖാൻ എന്ന വാക്ക് 7 തവണ വന്നിട്ടുണ്ട്. ഫുർഖാൻ, വഅൻസലൽ ഫുർഖാൻ. ശരി, 4-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന കഫറൂ ബിആയാത്തില്ലാഹി ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം. ഇന്നല്ലദീന കഫറൂ ബിആയാത്തില്ലാഹി, ഇന്ന തീർച്ചയായും, അല്ലദീന കഫറൂ നിഷേധിച്ചവർ, കഫറ നിഷേധിച്ചു. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നതാണ് കഫറ എന്ന വാക്ക്. കൂടുതൽ പഠിക്കേണ്ടതില്ലാത്ത വിധം ആവർത്തിക്കപ്പെട്ടതാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ അടയാളങ്ങളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ. അള്ളാഹുവിന്റെ അടയാളം എന്നത് ആയത്തിനും പറയും, തെളിവിനും പറയും. ആയത്തിനും പറയും, തെളിവിനും പറയും. ഖുർആനെ നിഷേധിച്ചവർ, ഫുർഖാൻ, അതുപോലെ തൗറാത്തിനെയും ഇഞ്ചീലിനെയും നിഷേധിച്ചവർ, ഏടുകളെ നിഷേധിച്ചവർ, അതൊന്ന്. രണ്ടാമത്, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു കിടക്കുന്ന ദൈവീക ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ, സൃഷ്ടിപ്രപഞ്ചത്തെ കണ്ടിട്ട് അത് അള്ളാഹുവിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ടായിട്ട് അതിനെയൊക്കെ നിഷേധിച്ച ആൾക്കാർ നിഷേധിച്ചു. കഫറ എന്ന വാക്ക് അതിന്റെ വിശദ വിവരങ്ങളിലായി 310 സ്ഥലത്താണ് ഖുർആനിൽ വന്നത്. 310 സ്ഥലത്ത്. അള്ളാഹു മുൻകാല ചരിത്രത്തിൽ ആയത്തുകൾ എന്ന് കൊടുത്തു. എന്നിട്ട് അതേ വാക്ക് തന്നെ ഇവിടെ ഖുർആനിലെ ആയത്തിനും ഉപയോഗിച്ചു. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഖുർആന് നൽകുന്നൊരു ബഹുമാനമാണ്. എന്താണ്? അടയാളം, ലക്ഷ്യം എന്ന വാക്ക് തന്നെ ഖുർആനും കൊടുക്കുകയാണ്.
ആയത്ത്, ആയാത്ത്, ആയാത്ത് എന്ന വാക്ക് 280 സ്ഥലത്താണ് വന്നത്. അല്ലദീന കഫറു വകദബു ബി ആയാത്തിന, ബഖറ 39 ആദ്യം വരുന്നത്. അങ്ങനെ മിക്കവാറും കുറെ സൂറത്തുകളിൽ ഈ ഭാഗം വരുന്നുണ്ട്. ആയാത്ത്, ആയാത്ത്. അല്ലദീന കഫറു ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവർ, ലഹും അവർക്കുണ്ട്, അദാബുൻ ശദീദ് കഠിനമായ ശിക്ഷ. വല്ലാഹു അസീസുൻ ദുൻതിഖാം, അള്ളാഹു ആരാണ്? അസീസാണ്, പ്രതാപശാലിയാണ്. ദുൻതിഖാം ശിക്ഷ നടപടിയെടുക്കുന്നവനാണ്, പ്രതികാരമെടുക്കുന്നവനാണ്. ഇപ്പോ നിഷേധിച്ച ആൾക്കാർക്ക് ഇവിടെ സുഖമായി ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. പക്ഷെ പരലോകമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാണ്. അള്ളാഹുവേ, എല്ലാ വിധത്തിലുള്ള നിഷേധത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. ചില അപ്പോഴൊക്കെ വിഷമം വരുമ്പോൾ, സങ്കടം അധികമാകുമ്പോൾ ചിലര് നിഷേധത്തിന്റെ വാക്കിന്റെ അടുത്തെത്തും. എന്താ പടച്ചോനെ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? പടച്ചോൻ ഇല്ലേ? പരലോകം ഇല്ലേ? എന്നിട്ടെന്താ അങ്ങനെയൊക്കെ ആയത്? 5 നേരം നിസ്കരിക്കാറുണ്ടല്ലോ, എന്നിട്ടെന്താ അങ്ങനെയായത്? എന്നിങ്ങനെ നിഷേധത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സഞ്ചരിക്കുന്ന നാവുകളുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളണം, അത് സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ ഖലാ ഖദറിനെയും നമ്മൾ നല്ല നിലക്ക് സ്വീകരിക്കണം. ഖുർആനിൽ ഏത് ആയത്തുണ്ടോ അത് നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ടാലും ശരി, അനുകൂലമായാലും ശരി, എതിരായാലും ശരി, നമ്മൾ സമ്പൂർണമായും സ്വീകരിക്കണം. അത് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞ ഒന്ന് രണ്ട് രംഗങ്ങളുണ്ട്. വലോ അലാ അൻഫുസിക്കും, നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും ശരി. എന്താണ്? കുനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ് എന്ന് പറയുന്ന ആയത്ത് നമുക്ക് ആലോ ഇമ്രാനിൽ വരുന്നുണ്ട്. കുനു ഖവ്വാമീന, നിങ്ങൾ നീതിയിൽ നിലക്കൊള്ളുന്നവരാകണം. അത് നിസായിലാണ്. കുനു ഖവ്വാമീന ബിൽ ഖിസ്തി. എന്നിട്ട് അള്ളാഹു പറയാണ് വലോ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും. നിസാ 135. നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിലും, അവിൽ വാലിദൈൻ, മാതാപിതാക്കൾക്കെതിരാണെങ്കിലും, വല്ലഖ്റബീൻ, കുടുംബാംഗങ്ങൾക്കെതിരാണെങ്കിലും. അതേ ആശയം മാഇദ 8-ാമത്തെ ആയത്തിലും വരികയാണ്. കുനു ഖവ്വാമീന ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളണം. ശുഹദാ ബിൽ ഖിസ്തി, നീതിക്ക് സാക്ഷികളാകണം. അപ്പോൾ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഘട്ടം വരുമ്പോഴും, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ എവിടെ നിലക്കൊള്ളണം? കൂട്ടുകുടുംബത്തിന്റെ കൂടെ നിൽക്കണോ? നമ്മുടെ കൂടെ നിൽക്കണോ? അതല്ല സത്യത്തിന്റെ കൂടെ നിൽക്കണോ? അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമുക്ക് തന്നെ എതിരാണെങ്കിലും സത്യം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കണം, ന്യായം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കണം. അനന്തരാവകാശ നിയമങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, കുടുംബപരമായ കാര്യങ്ങൾ, കൈക്കൂലി, സ്ത്രീധനം, പലിശ തുടങ്ങിയ ഏതൊക്കെ രംഗങ്ങളിലും നമ്മളുടെ സുരക്ഷിതത്വം, നമ്മുടെ ഭാഗം സേഫാക്കാൻ എന്നുള്ളതല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിനാണ് മുൻഗണന. അപ്പൊ ആയത്തുകൾ നിഷേധിക്കുക എന്ന രംഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ 2 ആയത്തുകളാണ് നിസാ 135, മാഇദ 8. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. അപ്പോ അദാബുൻ ശദീദുൻ, കടുത്ത ശിക്ഷ, എല്ലാം അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന് വിധേയമാണ്. അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു ആർക്കും പുറത്തു കൊടുക്കും. അള്ളാഹുവെ, പുറത്തു കൊടുക്കപ്പെടുന്ന ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹു അസീസാണ്, പ്രതാപശാലിയാണ്. പിന്നെയോ ദുൻതിഖാം, അവന് പ്രതികാരം ചെയ്യുന്ന ആളാണ്.
വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നഖമത്ത് എന്ന് പറഞ്ഞാൽ പ്രതികാരം എന്നാണ്. നഖമത്ത് കേട്ടോ. നഖമത്ത് തൻഖിമൂന എന്ന് പറഞ്ഞ് മാഇദയിൽ 59-ാമത്തെ ആയത്ത് അങ്ങനെ 3-4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. നഖമ അതിൽപ്പെട്ടതാണ് ഇന്തിഖാം. അള്ളാഹു പ്രതികാരം ചെയ്യുന്നവരാണ്. പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യല്ല, എന്താണോ തെറ്റ് അതിലുള്ള ശിക്ഷ. അതിൽ 2 വിധമുണ്ട്. ചില തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് കടന്ന് അന്ത്യനാൾ വരെയുള്ള ആളുകളുടെ മുഴുവൻ കുറ്റം കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ആ നിലക്കാണെങ്കിൽ അത്. നന്മകളും അങ്ങനെ തന്നെയാണ്. ഒരാൾ നന്മ ചെയ്തു അന്ത്യനാൾ വരെ അത് പകർത്തിയ ആൾക്കാരുടെ ഗുണം കൂലി അവർക്കുണ്ടാകും. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അള്ളാഹു ഏതായിരുന്നാലും ഒരു തെറ്റും അഗണ്യമായി വിടുകയില്ല. ഒരു തെറ്റും അള്ളാഹു വെറുതെ വിടുകയില്ല. എല്ലാം അള്ളാഹു പരിഗണിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള റബ്ബ് എല്ലാ നന്മകളും അങ്ങനെ തന്നെയാണ്, എല്ലാം പരിഗണിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹു അസീസുൻ, അള്ളാഹു പ്രതാപശാലിയാണ്. ഇന്തിഖാം, പ്രതികാരമെടുക്കുന്നവനാണ്. 5-ാമത്തേത് ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഖ്ഫാ അലൈഹി, ലാ യഖ്ഫാ അലൈഹി, ഖഫിയ മറഞ്ഞു, രഹസ്യമായി, രഹസ്യമായി. അൽ ഇമ്രാൻ 111-ാമത്തെ ആയത്തിൽ 118-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട് വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. അവരുടെ മനസ്സുകളിൽ മറച്ചു വച്ചത് വലിയതാണ്. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ. ഞങ്ങൾ മറച്ചു വെച്ചതും പരസ്യമാക്കിയതും നീ അറിയുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ ആയത്ത്, ഈ ഭാഗം വന്നിട്ടുണ്ട്. ഖഫിയ, ഖഫിയ മറഞ്ഞു, യഖ്ഫാ മറയും. ഇന്നല്ലാഹ ലാ യഖ്ഫാ, അല്ലാഹുവിന് മറയുകയില്ല, അലൈഹി, അല്ലാഹുവിന് മറയുകയില്ല, ലാ യഖ്ഫാ അലൈഹി, അവന് മറയുകയില്ല, ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും മറയുകയില്ല. അല്ലാഹു അക്ബർ. നമുക്ക് സത്യവിശ്വാസിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ആരും അറിയാത്ത സങ്കടങ്ങള്, വിഷമങ്ങള്, കഷ്ടപ്പാടുകൾ, അത് അനുഭവിച്ചപ്പോഴുള്ള വേദനകൾ, യാതനകൾ, അതിനാലുണ്ടായ നഷ്ടങ്ങൾ ആരോടും കണക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. എന്നാലും അതെല്ലാം കണ്ട റബ്ബ് നാളെ അവൻ്റെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ അതിമഹത്തായ, അതിവിപുലമായ ഒരു സ്വർഗ സംവിധാനമായി നമുക്ക് തരും. എല്ലാം തരും, ഒന്നും ബേജാറാകണ്ടയില്ല. അപ്പൊ ആളറിഞ്ഞില്ലല്ലോ, ആള് കേട്ടില്ലല്ലോ, റിക്കാർഡിലൊന്നും വന്നില്ലല്ലോ, ഫോട്ടോ ഒന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കണ്ടയില്ല. കമ്മിറ്റിയിലല്ലോ, ഭാരവാഹിയല്ലല്ലോ, സ്റ്റേജിൽ കയറാൻ വിളിച്ചില്ലല്ലോ എന്നൊന്നും സങ്കടപ്പെടരുത്. അങ്ങനെ സങ്കടപ്പെട്ട അതൊന്നും കിട്ടൂല. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ആ കാര്യം ചെയ്യുമ്പോൾ ആരുടെയും അഭിനന്ദനം ആഗ്രഹിക്കാതിരിക്കുക. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നന്ദിയോ കൂലിയോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആക്കി കൊണ്ടുവരണം. നമ്മൾ ചെയ്യാൻ പോവുക, അവിടെ അങ്ങനെ നോക്കിക്കൊന്നും വേണ്ട, അവിടെ കാത്തു നിൽക്കും വേണ്ട, നമ്മളെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ടയില്ല. കാരണം നമുക്ക് പരലോകമുണ്ട്. അപ്പൊ അള്ളാഹുവിന് ഒന്നും മറഞ്ഞതല്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന് അറിയുന്നതാണ്, അവൻ്റേതാണ് ഇതെല്ലാം. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങണം. ശരി, അപ്പൊ നമുക്ക് തൽക്കാലം ഈ 5 ആയത്തുകൾ കൊണ്ട് മതിയാക്കാം. അർള് സമാ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് പ്രത്യേകം. അപ്പൊ ഇത് ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വാക്കുകൾ ധാരാളം പഠിച്ചതായി വരും. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വേഗം ഓടിച്ചു പോകാൻ സാധിക്കും. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഇതിടയാക്കും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ അള്ളാഹുവിനൊന്ന് കണ്ടുമുട്ടാനുള്ള മോഹം അധികമാകുന്നു.
നമുക്ക് ആ പരലോകത്തൊന്ന് എത്തിപ്പെടാൻ ഇവിടുത്തെ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സുഖസമ്പന്നമായ ആ കവറിലെ ജീവിതവും അന്ത്യനാളിലെ തണലും അങ്ങനെ സ്വർഗപ്രവേശവും ഒക്കെ വേഗമാകാൻ വേണ്ടിയുള്ള കൊതി, അതിനു വേണ്ടിയുള്ള സൽക്കർമ്മങ്ങളിലൂടെയുള്ള മുന്നോട്ട് പോക്ക്, അതുപോലെ പ്രാർത്ഥന, അതെല്ലാം നമ്മുടെ മനസ്സിൽ വരികയാണ്. നമ്മളെപ്പോലെയുള്ള കുടുംബമാണ് ആലു ഇമ്രാൻ. പക്ഷേ ആ കുടുംബത്തിന്റെ പേര് ഖുർആനിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഒന്നും പേര് ഖുർആനിലൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ കുടുംബത്തിന്റെ ചരിത്രം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്തു സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ റബ്ബെ അനുഗ്രഹിക്കണേ. രോഗികൾക്കെല്ലാവർക്കും അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على ختم الأنبياء والمرسلين.